1935 സേലം മോഡേൺ തിയേറ്റേഴ്സിലെത്തിയ നൊട്ടാണിയുടെ നിയോഗമായിരുന്നു ബാലൻ എന്ന ചരിത്ര സിനിമയുടെ സംവിധായകൻ ആവുക എന്നത്. 28 വർഷങ്ങൾക്ക് ശേഷം 1964 കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് നൊട്ടാണിയെ ആദരിച്ചു. ശ്രീ ശിവാജി ഗണേശനാണ് അദ്ദേഹത്തിന് ബഹുമതി നൽകിയത്. മകൾ ഇക്കാര്യം നന്ദിയോടെ സ്മരിക്കുന്നു. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രമായ ജ്ഞാനാംബിക സംവിധാനം ചെയ്തതും നൊട്ടാണിയായിരുന്നു. 5 തമിഴ് ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായർ എന്ന നോവൽ ചലച്ചിത്രമാക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോഴാണ് നൊട്ടാണി ഭാര്യയുമൊത്ത് തൃശ്ശൂരിൽ താമസമാക്കിയത്. സേലത്ത് നിന്നുള്ള സംഗീത സംവിധായകൻ ബാലസ്വാമി എത്തിയതായും ഗാനങ്ങളുടെ റിഹേഴ്സലുകൾ നടക്കുന്നുവെന്നും ഭാര്യയെ പ്രസവത്തിനായി തൃശ്ശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നും ബാലനിൽ അഭിനയിച്ച CON നമ്പ്യാർക്ക് നൊട്ടാണി അയച്ച കത്തിൽ പറയുന്നു. രണ്ടാം ലോക മഹായുദ്ധം കാരണം ഫിലിം കിട്ടാതെ വന്നപ്പോൾ ഭൂതരായർ എന്ന പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വന്നു. കാവേരി നദിയുടെ കുറുകെയുള്ള പാലം ജാപ്പനീസ് ബോംബാക്രമണത്തിന് ഇരയാകുമെന്ന് ഭയന്ന് നൊട്ടാണിയും കുടുംബവും ബോംബെക്ക് മടങ്ങി.